കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്ക് അവളെ ഈ ജന്മത്ത് കിട്ടില്ലടാ. അവളുടെ ഏട്ടനാ ഞാൻ, ഏട്ടൻ. വച്ചിട്ട് പോടാ. പിണങ്ങി. ഏട്ടൻ അനിയത്തിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയ അഭിനവ ഏട്ടൻ. സാറ് സൂക്ഷിക്കണം. ജയിക്കാൻ ഏതറ്റം വരെ പോകുന്ന ആൾ അടിക്ക്. അവൻ മാത്രമല്ലടാ, എന്റെ ശീലം അത് തന്നെയാ. ഏതറ്റം വരെയും പോവും ഞാനും. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കൊച്ചിനെ കെട്ടിയ സാറിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും സാറേ. ഷാജി, ഈ ജീവിതം എന്ന് പറയുന്നതേ നമ്മൾ കെട്ടിപ്പൊക്കുന്ന കുറേയേറെ വാശികളില്ല. ഞാൻ അവളെങ്ങ് വിട്ടുകളയുമായിരുന്നു. പക്ഷേ ഇതിപ്പോ എന്റെ അഭിമാനം മുറിപ്പെടുത്തുന്ന കേസായിപ്പോയി. തോറ്റു തുന്നം പാടി മരിക്കേണ്ടി വന്നാലും ഒരുത്തന്റെ മുന്നിലും താന്നു കൊടുക്കില്ല ഞാൻ. മരിക്കേണ്ടി വന്നാലും അവളെയും കൊണ്ടേ ഞാൻ മരിക്കൂ. അവൻ ഒതുങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. പ്രിയേ, നീ ഇനി അവനുമായി ഒരു സംസാരത്തിന് പോകരുത്. ഇനി വേണ്ട എന്താണെന്ന് ഏട്ടൻ നോക്കിക്കോളാം. അതൊക്കെ പോട്ടെ മക്കളെ. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ചേർന്നല്ലേ. ഈ സങ്കടത്തിനിടയിലും ആ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം. ആശാലതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇവർക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തായാലും കൊടുക്കണ്ടേ? ഞാനതങ്ങ് മറന്നു. പ്രിയേ, നീ കൂടെ അകത്തേക്ക് വാ. ചെല്ലുവാളെ. മക്കളെ, ഈ സന്തോഷം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ അമ്മയായിരിക്കും. ചെല്ല് മോളെ, അമ്മയെ കണ്ടിട്ട് വാ. ഏട്ടാ വാ. അമ്മ, എന്റെ ജീവിതത്തിലെ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. എന്നോടൊപ്പം ഈ നിൽക്കുന്നത് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവാ. ഒരു തരി സ്നേഹത്തിന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഒരു കടലോള സ്നേഹം ഇപ്പൊ എനിക്ക് കിട്ടി. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ഹിറ്റ്ലറിനെ ഞാൻ അമ്മയ്ക്ക് മുന്നിൽ നിർത്തിയിരിക്കോ? ഏട്ടാ, അമ്മേ, ഒരുപാട് തെറ്റുകൾ ഞാൻ അമ്മയുടെയും മകളോട് ചെയ്തിട്ടുണ്ട്. പലതും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ. അതിനൊക്കെയുള്ള ക്ഷമാപണം ഇതുകൊണ്ട് മതിയാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുന്നു.
സംഭവിച്ചതിനല്ല. ഇനി ഇയാളെ ഞാൻ നോക്കിക്കോളാം, കാത്തോളാം. ഇതാ കണ്ണിലെ കൃഷ്ണമണി പോലെ. ജ്യോതിയുടെ ഭർത്താവായിട്ടല്ല, ഒരു മകന്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി ഇയാളുടെ കണ്ണ് നനയാൻ ഞാൻ അനുവദിക്കില്ല. ജ്യോതി, ഞാനുണ്ട് കൂടെ എപ്പോഴും. കഴിഞ്ഞു മയച്ചി. സത്യത്തില് ഇത്രയും മുറ്റവും ഗാർഡനും ഒന്നും ഒരു വീടിനും ആവശ്യമില്ല. അതെ അതെ, നീ ജോലി ചെയ്യാൻ മടിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു വീടിന്റെ മുറ്റത്ത് ഒരു പൂന്തോട്ടം ഉണ്ടാവുക, പൂക്കളും കിളികളും ഒക്കെ വരിക, ഇതൊക്കെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ? എനിക്ക് അതിൽ കുറച്ചുള്ള സന്തോഷമൊക്കെ മതി. ദേ മര്യാദയ്ക്ക് പുല്ലൊക്കെ നനയ്ക്കും വേഗം. പുല്ല് ദേ എന്നെ കളിയാക്കിയുണ്ടല്ലോ. പുല്ല് നനയ്ക്കാനാ പറഞ്ഞേ, അല്ലാതെ ഞങ്ങൾ കുളിപ്പിക്കാനല്ല. എന്താ വീണ്ടും വഴക്കുണ്ടാക്കാനാണോ ഈ വരവ്? മകളും മരുമകനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നു. അവർക്കവിടെ പരമസുഖ. ഹണിമൂണൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അവരിങ്ങ് തിരിച്ചെത്തും. ആ സമയത്ത് ഞങ്ങള് വിവരം അറിയിക്കാം. അല്ലെങ്കിൽ അറിയിക്കുന്ന എന്തിനാ? അവര് വന്നിറങ്ങുമ്പോ തന്നെ ചാനലുകാര് വാർത്ത അറിയിക്കുമല്ലോ. അന്നേരം വന്നാ മതി. മകളെയും മരുമകനെയും കണ്ട് സന്തോഷമായിട്ട് മടങ്ങാം. പരിഹസിച്ചോ? ഞാൻ നിങ്ങളോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കാനാണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. അധികം താമസിയാതെ ഈ വീടിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പോകുന്ന ഒരു കഴുകനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇപ്പോ എന്റെ ജീവന് പോലും ഭീഷണിയുണ്ട്. ചിലപ്പോ എനിക്ക് മരണം പോലും സംഭവിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിന് ഉത്തരവാദി നിങ്ങളുടെ ദൈവം DK ആയിരിക്കും. പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമൊന്നുമില്ല. എന്തൊക്കെയായാലും SKയുടെ ഭാര്യയുടെ അമ്മയാ നിങ്ങള്. ശത്രുവാണെങ്കിലും ആ സ്ഥാനം നിങ്ങൾക്ക് ഞങ്ങൾ നൽകും. അതെ, ഈ വീടിന് മുകളിൽ ഒരു കഴുകനും പറക്കാൻ പോകുന്നില്ല. അഥവാ അങ്ങനെ പറന്നാൽ അതിന്റെ ചിറക് DK വെട്ടിയിരിക്കും. നിങ്ങൾ പറഞ്ഞ ശരിയാ. DK ഞങ്ങൾക്ക് ദൈവം, ഈ വീടിനെയും ഞങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളപ്പോ ഒരു കഴുകനും ഈ വീടിന്റെ 7 അയലക്കത്ത് വരില്ല. അകത്തേക്ക് വന്നാല് ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അമലയുടെ അമ്മയോട് ഞങ്ങൾ ആദിത്യ മര്യാദ ഒട്ടും കുറയ്ക്കില്ല. വേണ്ട, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എനിക്കിപ്പോ ജീവിക്കാൻ വയ്യാതായി. അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് നടക്കുക. ആ MP വിഘ്നേശ്വർ. കല്യാണം മുടങ്ങിയതിനെ തുടർന്നുണ്ടായ ഹാർട്ട് അറ്റാക്കിൽ അയാളുടെ അമ്മ മരിച്ചു. നാണക്കേട് കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. വിദേശത്തേക്ക് കടത്തിയ എന്റെ മകളെ ഞാനിപ്പോ തിരികെ കൊണ്ട് കൊടുക്കണമെന്നാ അയാളുടെ ആവശ്യം. അയാൾക്ക് അവളെ ഭാര്യയായി തിരികെ വേണം പോലും. ഭ്രാന്തന അയാള്. അമല ഇപ്പോ SKയുടെ ഭാര്യയാണ്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അവളെ അയാൾക്ക് നൽകിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. അതെന്നെ എങ്ങനെ സാധിക്കും? മറ്റൊരാളുടെ ഭാര്യ വേണോന്ന് പറയുന്ന വിഡ്ഢിയാണോ അയാള്? നിങ്ങൾക്കറിയില്ല അയാളെ. അയാൾ പ്രതികാരം തീർക്കാൻ വരും. അയാളുടെ ലക്ഷ്യം DKയും ഈ വീടുവാ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അയാൾ ഈ വീടിന്റെ അടിത്തറ മാന്തും. അതിനുള്ളിൽ അയാൾ എന്നെ കൊല്ലും.
അതിനുത്തരവാദി DK മാത്രം. അയത്തോടെ മാത്രം ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പ്രതികാരദാഹം കൊണ്ട് സമനില തെറ്റി നടക്കുക അയാള്. ഓർത്തോ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവൻ പോലും ഇപ്പൊ ബാംഗ്ലൂരിൽ ഭീഷണിയില്ല. അങ്ങനെയൊന്നും അവര് പറഞ്ഞില്ലല്ലോ. ഈ നാട്ടിൽ എന്താ പോലീസും കോടതിയൊന്നും ഇല്ലേ? അയാളുടെ കോടതിയും പോലീസും ഒക്കെ അയാൾ തന്നെയാണ്. അയാൾ എല്ലാരെയും കൊല്ലും. നിങ്ങളും ഈ വീടും ഒന്നും ബാക്കിയുണ്ടാവില്ല. അത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. ഏത് നിമിഷവും അയാൾ വരും. DK ചെയ്ത ചതിയുടെ ദുരന്തം ഈ കുടുംബം മുഴുവൻ അനുഭവിക്കും. എപ്പോഴെങ്കിലും എന്റെ മോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്ക്. അമ്മ മരിച്ചാലും അവക്ക് അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടിയല്ലോ. ഞാൻ അവളെ ശപിച്ചിട്ടില്ല എന്ന് പറഞ്ഞേക്ക്. ഒരു പപ്പടം കിട്ടും മോനെ. ഒഴിച്ച് കഴിക്കുക. ഞാൻ എടുക്കാറുന്നല്ലോ. അതൊന്നും സാരമില്ല, ഞാൻ വിളമ്പിത്തരാം. മൂകാംബികയിലെ വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞറിഞ്ഞു. ആ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്നത് തന്നെ ഒരു വല്ലാത്ത അനുഭവം അമ്മേ. അതിന്റെ അനുഗ്രഹം കിട്ടിയ നിങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ? ഡിവേഴ്സിന് വേണ്ടി കോടതി വരെ പോയ രണ്ടുപേരാ ദേ ഒരുമിച്ച് സന്തോഷത്തോടെ ഊണ് കഴിക്കുന്നു. അതൊക്കെ പരസ്പരം തിരിച്ചറിയാൻ വൈകിയതിന്റെ ഒരു മണ്ടത്തരം. അതേ പറയാൻ പറ്റൂ. നമ്മൾ എത്ര വിചാരിച്ചാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. കുടജാദ്രിയിലേക്കുള്ള ആ യാത്രയാ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. ദേവി തന്നെ ഒപ്പം കൂടി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ കഥയൊക്കെ അമ്മ പറഞ്ഞു കേട്ടപ്പോ മേലാസകലം കോരി തരിച്ചുപോയി. ഒരിക്കൽ കൂടി കുടജാദ്രി പോണമെന്നുണ്ട്. അപ്പൊ ഞങ്ങളെയും കൂടി കൊണ്ടുപോകണം കേട്ടോ. തീർച്ചയായും. അടുത്ത യാത്ര നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചാവാം. എന്താ? അതെ, എല്ലാം നിങ്ങൾ കാരണമാണ്. നിങ്ങളുടെ ഒത്തുചേരല ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. എന്റെ മോക്ക് രാജയോഗം ഉണ്ടെന്ന് രാഘവൻ ജോത്സ്യം പറഞ്ഞ് വെറുതെ അല്ല. പിന്നെ ഞാനിപ്പോ മഹാറാണിയാണല്ലോ. അമരാവതിയിലെ DK മഹാരാജാവിന്റെ പട്ടമഹിഷി ജ്യോതി മഹാറാണി. ഒന്ന് പോവച്ചാ. ഒരുപാട് സങ്കടപ്പെട്ടിട്ട് കിട്ടിയ സന്തോഷം എനിക്കിത്. അല്ലേ ഹിറ്റ്ലറെ? എന്നെ ഏട്ടനെ ഇനി ഹിറ്റ്ലർ എന്നൊന്നും വിളിച്ചേക്കരുത്. ചോദിക്കാൻ ഇവിടെ അനിയത്തിയുണ്ട്. അയ്യാടാ, വരൂ വെച്ചേ, ഒരനിയത്തി വന്നിരിക്കുന്നു. കുശുമ്പിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നാ പറയുന്നത്. അത് ശരി. അപ്പൊ എന്നെ കളിയാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? ശരിയാക്കി തരാം, ഞാനിപ്പൊ ശരിയാക്കി തരാം. എന്നോടാ
ഇരിക്കേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കഴിക്കാം. ദേവി, മൂകാംബികെ, ഇങ്ങനൊരു സന്തോഷം ഈ ജന്മത്ത് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഈ സ്നേഹം ഈ ജന്മം മുഴുവൻ നിലനിർത്താൻ അനുഗ്രഹിക്കണേ എന്റെ ദേവി. അവര് പിന്നെയും വന്നോ? എന്തിനാ വന്നത്? മോളെ കാണണമെന്ന് പറഞ്ഞോ അതോ ഭീഷണിപ്പെടുത്തിയോ? രണ്ടുമല്ല, അവരാകെ സങ്കടപ്പെട്ടിട്ടാ തിരിച്ചു വന്നത്. അതവരുടെ അഭിനയമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏയ്, അങ്ങനെ ആവില്ല. എത്രയായാലും സ്വന്തം അമ്മയല്ലേ. കാണിച്ചതൊക്കെ ദുഷ്ടത്തരാണെങ്കിലും അവർക്ക് സങ്കടം കാണാതിരിക്കോ? എന്ത് സങ്കടം? എന്റെ മോന്റെ ജീവിതം തകർത്തത് ആ സ്ത്രീയ. ഇപ്പോ അവർക്ക് അവരെ തിരിച്ചു കിട്ടണം. വീണ്ടും നശിപ്പിക്കാൻ വന്നിരിക്കുക ആ സ്ത്രീയ. അല്ലമ്മേ, അവര് മരിച്ചാല് അതിന്റെ ഉത്തരവാദി നമ്മളായിരിക്കുന്നാ അവര് പറഞ്ഞ. ആ MP വിഘ്നേശ്വർ കാരണം അവർക്കിപ്പോ ജീവിക്കാൻ വയ്യ പോലും. ആ സങ്കടം പറയാനാ അവര് വന്നത്. നോ, അവരുടെ സ്റ്റോറിയും കണ്ണീരും കണ്ടോണ്ട് അധികം വിശ്വസിക്കേണ്ട ആരും. ചിലപ്പോ ഇത് ഇവരുടെ പ്ലാൻ ആണെങ്കിലോ? ശിവയും അമലയും ഒരു 3 months കഴിഞ്ഞിട്ട് വന്നാ മതി. അതെ, തൽക്കാലം അവര് വരാതിരിക്കുന്നതാ നല്ലത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് തിരിച്ചു വന്നാ മതി. അമ്മ DKയോട് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. മക്കളെ, ഒരു കുടുംബത്തിന്റെ അടുത്തറ സ്നേഹമാ. എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്കിൾ, സ്വയം ഉണ്ടാക്കിയെടുത്തൊരു ചതുരത്തിനുള്ളിൽ എന്റേതായ ലോകത്ത് ജീവിക്കായിരുന്നു ഞാൻ. സുപ്രിയയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു എനിക്ക് കൂട്ട്. ജ്യോതി എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതും ഒപ്പം ജീവിക്കാൻ തുടങ്ങിയതും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു ഭാര്യ എന്ന പരിഗണന ഒരിക്കലും വലിയ സന്തോഷവും ഞങ്ങൾക്കിനി ജീവിതത്തിൽ കിട്ടാനില്ല. ഈ കുടുംബത്തോടുള്ള മോന്റെ കരുതൽ എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. ജ്യോതിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മോനെ, ഇഷ്ടമില്ലാത്തൊരു ഭാര്യ എന്ന നിലയിൽ ജ്യോതിയോട് മോൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. പക്ഷെ എന്നോട് ഇവളോടും പ്രിയമോളോടും മോൻ വളരെ സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. ഒരു അനിയത്തിക്കുട്ടിയുടെ അവകാശവും കരുതലും ഏട്ടൻ എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും എന്റെ ഏട്ടനെന്ന അധികാരത്തോടെ തന്നെയാ ഞാൻ സംസാരിച്ചിട്ടുള്ളതും. അതൊക്കെ ഏട്ടൻ വാത്സല്യത്തോടെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്റെയും കൂടി കുടുംബ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ തണല് എനിക്കെന്നും വേണം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പോട്ടെ മമ്മി. ശരി മോളെ. അച്ഛാ, പോയിട്ട് വരാം. അച്ഛന് സന്തോഷമായി മോളെ. ശരി.
കണ്ടില്ലേ ആശാലതെ അവരുടെ ഒരു സ്നേഹം. അപ്പോ മകളെ തിരിച്ചു കൊണ്ടുപോകണം, അതാണ് കാര്യം. അതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. ഒരുപാട് നാളായി MP വിഘ്നേശ്വർ അമലയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അമലയെ സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആക്കിയതും അവാർഡ് മേടിച്ചു കൊടുത്തതും എല്ലാം MP വിഘ്നേശ്വറാണ്. അയാളുടെ വീട്ടുകാര് പോലും അവളെ മരുമകളായി കരുതിയതുമാണ്. വിഘ്നേശ്വറിന്റെ അമ്മ മരിച്ചത് അയാളെ ആകെ തളർത്തി. അയാൾ ഇനി പകരം ചോദിച്ചേ അടങ്ങും. അത് ശരി. അപ്പൊ DKക്ക് ഒരു പുതിയ വില്ലൻ വരുന്നു.